ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി 2 കപ്പ് ഗോതമ്പ് മാവ് തരിയില്ലാതെ അരിച്ചെടുക്കാം. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇനി 2-3 തുള്ളി എണ്ണ കൂടെ കയ്യിൽ പുരട്ടിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ സമയത്തേക്ക് മാറ്റി വയ്ക്കാം. നൂഡിൽസിന് വേണ്ടുന്ന വെജിറ്റബിൾസ്: ഒരു പകുതി ക്യാപ്സിക്കം, ഒരു സവോള, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ പീസ് ക്യാബേജ്, സ്പ്രിംഗ് ഓണിയൻ, 2 വെളുത്തുള്ളി, ഒരു മല്ലിയില. മല്ലിയില ഓപ്ഷണലാണ്, ആവശ്യമെങ്കിൽ ചേർത്താൽ മതി. ഇനി പച്ചക്കറിയെല്ലാം ഇതുപോലെ അരിഞ്ഞു വയ്ക്കാം. കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 3 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇനി പാത്രം അടുപ്പത്ത് വെച്ച് 2 ലിറ്റർ വെള്ളം തിളപ്പിക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്ക് സേവനാഴിയിൽ മാവ് നിറയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന മാവ് കറക്കി ചേർക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് ഈ തിളച്ച വെള്ളത്തിൽ വെന്തതിന് ശേഷം ഉടൻ തന്നെ ഇതിനെ തണുത്ത വെള്ളത്തിലേക്ക് കോരി മാറ്റുക. ഇനി ഈ വെള്ളം മാറ്റിയതിന് ശേഷം 2 തവണ കൂടെ പച്ചവെള്ളം ചേർത്ത് ഈ നൂഡിൽസ് തണുപ്പിച്ച് എടുക്കാം. ഇത് ചൂടുവെള്ളത്തിൽ കിടന്ന് കൂടുതൽ വെന്തു പോവാതിരിക്കാനും തമ്മിൽ ഒട്ടാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ 2-3 തവണ വെള്ളം മാറ്റുന്നത്. ഇനി ഇതിനെ വെള്ളം വാർന്നു പോകാനായി ഒരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. വെള്ളം നന്നായി വാർന്നു പോയതിന് ശേഷം ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1-2 സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം. വെളുത്തുള്ളി വഴറ്റാം. വെളുത്തുള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് 1 മിനിറ്റ് വഴറ്റാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർത്ത് 1 മിനിറ്റ് വഴറ്റുക.
ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് 1 മിനിറ്റ് വഴറ്റാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് 1 മിനിറ്റ് വഴറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോയാ സോസും ചില്ലി സോസും ചേർക്കാം. ഇനി ഇതുപോലെ 2 സ്പൂൺ ഉപയോഗിച്ച് സാവധാനം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നൂഡിൽസ് തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.